കഫ് ഇവൻസിൻ്റെ മനോഹരമായ ഒരു പരിപാടി നടക്കുകയാണ്. ഈ വരുന്ന ഞായറാഴ്ച ഞങ്ങളുടെ വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് അനൂപിനൻ ചേട്ടനാണ്. അപ്പം അനൂപേടനോട് ഒരു ചെറിയൊരു ചോദ്യം, നമ്മൾ ഇത് ക്യാമ്പസ് ബീറ്റ്സ് ആയതുകൊണ്ട് അനൂപേടൻ്റെ ഒരു ക്യാമ്പസ് ലൈഫിനെ കുറിച്ച് ഒരു ചെറിയൊരു എത്തിനോട്ടം നമ്മൾ നോക്കുകയാണ്. അതിനെക്കുറിച്ച് ഒരു ചുരുങ്ങിയ വാക്കുകൾ എന്തെങ്കിലും ഒന്ന് പറയാമോ? എത്തി നോക്കാൻ പാടില്ല എന്നാണ് പൊതുവേ പറയാറുള്ളത്. ഒരു കാര്യമല്ല, അതൊരു ഒരു ഗ്രൂപ്പ് ഓഫ് ഫീലിങ്സ് ആണ്, അല്ലെ? ഒരു സീരീസ് ഓഫ് സെൻസേഷൻസ് ആണ് എപ്പോഴും കോളേജ് ലൈഫ് എന്ന് പറയുന്നത്. ഫ്രണ്ട്സുമായിട്ടുള്ള ടൈം, നമ്മുടെ ടീച്ചേഴ്സുമായിട്ടുള്ള ടൈം, നമ്മൾ ഒറ്റയ്ക്കായി പോകുന്ന ടൈംസ്, നമ്മുടെ എക്സാം ടൈംസ്, അവിടുത്തെ മഴകൾ, അവിടുത്തെ വെയിലുകൾ, പകലുകൾ, സന്ധ്യകൾ, ഇതെല്ലാം നമ്മളെ, അല്ലെ, എല്ലാവരെയും ഫേവറേറ്റ്സ് ആണ്. നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ നമ്മളിപ്പോ നിങ്ങളൊക്കെ ദുബായിലൊക്കെ ഒരു സൺസെറ്റ് കാണുമ്പോൾ, മേ ബി കുറെ മരങ്ങൾക്കിടയിലുള്ള സൺസെറ്റ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി യു വിൽ ഗോ ടു യുവർ കോളേജ് ഡേയ്സ് ആൻഡ് സം മെമ്മറീസ്, സം സ്മെൽസ്, അല്ലേ? അപ്പൊ അത് ഇറ്റ്സ് മൾട്ടിറ്റ്യൂഡ്സ്. ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഇറ്റ്സ് എ കൊളാഷ് ഓഫ് സോ മെനി തിങ്സ്. നമ്മുടെ ചുറ്റും നടക്കുന്ന പ്രണയങ്ങൾ, ആ പ്രണയങ്ങളുടെ തകർച്ചകൾ, ആ തകർച്ചകളിൽ നിന്നും ആത്മഹത്യകൾ വരെ സംഭവിച്ച കാര്യങ്ങൾ, പിന്നെ കൂടിച്ചേരലുകൾ, കോളേജിൽ പ്രണയിച്ച ആളുകൾ പിൽക്കാലത്ത് വിവാഹം കഴിച്ച് പൊട്ടിപ്പോയ ദാമ്പത്യങ്ങൾ, പിന്നെ ഓഫ് കോഴ്സ് വിദ്യാഭ്യാസത്തിന്റെ ഒരു ഏരിയ. കോളേജിലൊക്കെ ഭയങ്കര ഷൈൻ ചെയ്ത് നടന്നിരുന്ന പലരും പിന്നീട് ജീവിതത്തിൽ വളരെ നോർമലായി പോവുകയും, എന്നാൽ അന്ന് വാളി കളിച്ച് നടന്നവന്മാരൊക്കെ പലപ്പോഴും ജീവിതത്തിൽ വലിയ ആൾക്കാരെ മാറുകയും, അതിന് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർ വളരുകയും, എന്താ പറയാ, നമ്മുടെ കോളേജിൽ ഉണ്ടായിരുന്ന ആള് തന്നെയാണോ ഈ സിഇഒ എന്ന്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. So as I said, it's a conglomeration of so many things.